സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ അസമയത്തുള്ള അഭിനന്ദനം എന്നുള്ള വിഷയമാണ്. അനേക വേളകളിൽ സമയങ്ങളിൽ നാം മറ്റുള്ളവരെ അഭിനന്ദിക്കുവാനായിട്ട് മറന്നുപോകുന്നു. എന്നാൽ കാലം കഴിയുമ്പോൾ, സമയം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അസമയത്ത് അത് അഭിനന്ദിക്കാനായിട്ട് ഒരുക്കങ്ങൾ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ കാലം കഴിഞ്ഞ് ഉള്ളതായ അഭിനന്ദനം അതിന് ഒരു പ്രസക്തി ഇല്ലാതെ ആയിത്തീരുകയും ചെയ്യുന്നു. 1912 ജിം തോർപ്പ് എന്നുള്ള മാന്യ വ്യക്തി, അദ്ദേഹം ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുത്ത് 2 മെഡലുകൾ അദ്ദേഹം കരസ്ഥമാക്കിയുണ്ടായി. എന്നാൽ അതിനുശേഷം ഒളിമ്പിക് അസോസിയേഷൻ ഒരു വലിയൊരു നിബന്ധനയുമായിട്ട് കടന്നു വരികയുണ്ടായി. എന്നാൽ ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് മുൻപോ ഒളിമ്പിക് മത്സരങ്ങൾക്ക് ശേഷമോ ഇതിൽ മത്സരിക്കുന്ന വ്യക്തികൾ വേറെ മത്സരങ്ങളിൽ പങ്കുകൊണ്ട് അതിൽ നിന്ന് യാതൊരു വിധമായ വരുമാനവും പറ്റുവാൻ പാടില്ല, നേടുവാനും പാടില്ല എന്നുള്ള ഒരു നിബന്ധന അവർ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ജിം തോർപ്പിൻ്റെ ആയ കാര്യത്തെ പരിശോധിച്ച് നോക്കിയപ്പോൾ 1911 ഈ 10-11 ഈ ആണ്ടുകളിൽ അദ്ദേഹം വേറെ മത്സരങ്ങളിൽ പങ്കുകൊള്ളുകയും വളരെ തുച്ഛമായ ഒരു വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുകയും ഉണ്ടായി. എന്നാൽ അതുപോലും വലിയൊരു പ്രശ്നമാക്കിയെടുത്ത് അദ്ദേഹം ഇപ്രകാരം അതിൻ്റെ മത്സരങ്ങളിൽ പങ്കുകൊണ്ട് ഒളിമ്പിക് നിബന്ധനകളെ തെറ്റിച്ചിരിക്കുന്നു എന്ന് അവർ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ശിക്ഷ നൽകുകയും ചെയ്തു. ശിക്ഷ എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിച്ചതായ മെഡലുകൾ അവർ തിരികെ എടുത്തു. സ്വീഡൻ ദേശക്കാരനായ ഈ മാന്യ വ്യക്തിക്ക് തൻ്റെ ദേശത്തിനു വേണ്ടി നേടിയെടുത്ത ആ മെഡലുകൾ നഷ്ടമായപ്പോൾ ആ ദേശക്കാരെല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തിനു വേണ്ടി ആ മെഡലുകൾ തിരിച്ചു നൽകണമെന്ന് ഒളിമ്പിക് അസോസിയേഷനോട് തുടർന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ആ ഒളിമ്പിക് അസോസിയേഷനിലുള്ള ഭാരവാഹികളെ അവർ അതിൻ്റെയായ വാസ്തവവും അതിൻ്റെയായ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. എന്നാൽ തുടർന്ന് അദ്ദേഹത്തിന് നീതി ലഭിക്കാതെ, നീതി നിഷേധിക്കപ്പെട്ട് ആ മെഡലുകൾ അദ്ദേഹത്തിന് വളരെ കാലതാമസമായി വീണ്ടും ആ മെഡലുകൾ ജിം തോർപ്പിന് നൽകുവാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ആ മെഡലുകൾ അദ്ദേഹത്തിന് 1983 അദ്ദേഹത്തിൻ്റെ കാലശേഷം, അദ്ദേഹം മരിച്ചത് 1953 എന്നല്ല, 1953 അദ്ദേഹത്തിന് ആ ഒരു തീരുമാനമുണ്ടായപ്പോൾ അദ്ദേഹം ജീവനോടില്ല. എന്നാൽ 83 ആ മെഡലുകൾ തൻ്റെ മക്കൾക്ക് ആ ഒളിമ്പിക് അസോസിയേഷൻ അവിടെ നൽകുകയുണ്ടായി. അപ്പോൾ കാലം ചെന്ന് അല്ലെങ്കിൽ കാലതാമസമായി ഈ മെഡലുകൾ തിരികെ നൽകിയപ്പോൾ ആ മെഡലുകൾ ഒന്ന് കാണുവാനോ അതിൻ്റെ മഹത്വം ഒന്ന് ദർശിക്കുവാനോ അതിൻ്റെ പ്രാധാന്യത എന്താണെന്ന് മനസ്സിലാക്കുവാനോ ജിം തോർപ്പ് എന്നുള്ളതായ മാന്യ വ്യക്തി അവിടെ ഇല്ലാതായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇപ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ, നമുക്ക് കഴിവുള്ളപ്പോൾ, നമുക്ക് സാമ്പത്തികമായ മെച്ചമായ നിലയിലിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യുവാനുള്ള അവസരമുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാതെ അവരുടെ കാലശേഷം അവർക്ക് ഒരുപക്ഷെ അവരുടെയായ മരണ ശുശ്രൂഷയ്ക്ക് ഒരുപാട് പണം ചിലവഴിച്ച് അല്ലെങ്കിൽ വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്താലും അതിനൊന്നും യാതൊരു വിധമായ പ്രസക്തിയുമില്ല. ഇതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? ഇതിനും നമ്മുടെ ജീവിതത്തിനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? നമ്മളുടെയായ ഈ തെറ്റായ ചിന്താഗതി നമുക്ക് മാറ്റിച്ചമയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് തിരുവചനം പരിശോധിച്ച് നമുക്ക് പഠിക്കാം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്നാൽ, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ
അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിനക്ക് നന്മ ചെയ്യുവാനായിട്ട് നിനക്ക് കഴിയുന്നതായ സമയത്ത് അത് ലഭിക്കേണ്ടവർക്ക് അല്ലെങ്കിൽ നീ ചെയ്യേണ്ടവർക്ക് നീ ചെയ്യാതെ ഇരിക്കരുത് എന്ന് ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായും കാണുവാനായിട്ട് കഴിയും. ദൈവം നിനക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ പകർന്ന് നീ ഒരു ശ്രേഷ്ഠമായ നിലയിൽ ആയിരിക്കുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന അവർക്ക് നിനക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാനായിട്ട് കഴിയുമ്പോൾ നീ ചെയ്യാതിരിക്കരുത് എന്നാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഉപദേശം മനസ്സിൽ അവർ ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അനേകരുടെയായ മുഖങ്ങളിൽ സന്തോഷവും അവർക്ക് വലിയൊരു ആശ്വാസവും അവർക്ക് ഉളവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. വചനം എത്ര മനോഹരമായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ അവസരങ്ങൾ ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, നീ പാഴാക്കി കളയരുത് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇതുപോലെ പല അവസരങ്ങളും നമുക്ക് ലഭിക്കാം. എന്നാൽ ആ അവസരങ്ങൾ നമ്മളെല്ലാവരും പാഴാക്കി കളയുന്നത് പതിവാണ്. ഞാൻ ഗോവ ദേശത്ത് ഞാൻ സേവനം ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ബെൽഗാമിൽ നിന്ന് ഗോവയ്ക്ക് ഞാൻ ബസ് യാത്ര ചെയ്തു വരികയാണ്. പോണ്ട എന്നായ ആ പ്രദേശത്തേക്ക് ആ വാഹനം അടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിന് തൊട്ട് മുമ്പായുള്ള ഒരു സ്റ്റോപ്പ്, അതിന് ലോണ്ട എന്ന് പറയും. ഈ ലോണ്ടയിൽ നിന്ന് അനേക ജനങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ഒരു കുടുംബം പുറകിൽ കൂടി അവർ കയറി അകത്തേക്ക് വന്നു. അല്പദൂരം ഈ ബസ് നീങ്ങിയപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ കടന്നു വന്നു. ആ ഗൃഹനാഥൻ അവൻ്റെ പോക്കറ്റിൽ അവൻ്റെ പേഴ്സ് പരിശോധിച്ചപ്പോൾ പേഴ്സ് ഇല്ല. ഞാൻ ഏതാണ്ട് മുന്നിലത്തെ സീറ്റിലാണ്, നല്ലൊരു ഇരിപ്പിടം കണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ മുന്നിലിരിക്കുകയാണ്. ഞാൻ ആ മാസത്തെ ശമ്പളമെല്ലാം വാങ്ങിച്ച് ഞാൻ വീട്ടിലുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്, എൻ്റെ ജോലി സ്ഥലത്തേക്ക്. എന്നാൽ ഈ അന്യ വ്യക്തി തൻ്റെ കുടുംബവുമായി അവൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. ആ വ്യക്തി വണ്ടി നിർത്തുവാൻ പറഞ്ഞ് അവിടെ ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഞാൻ ഈ അവസരം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ എന്ന് വളരെയധികം ഞാൻ വ്യസനിക്കുകയുണ്ടായി. എൻ്റെ കയ്യിൽ എൻ്റെ ശമ്പളമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഒരു 500 രൂപ അദ്ദേഹത്തിന് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അദ്ദേഹം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണെങ്കിൽ എത്ര അതൊരു സഹായമായിരുന്നു. ഞാൻ അവസരം പാഴാക്കിയല്ലോ എന്ന് വളരെയധികം ഞാൻ വ്യസനിക്കുകയുണ്ടായി. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം ലഭിക്കുമ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യണം എന്നാണ് ഇവിടെ വചനം നമ്മളെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. റോമർ 13-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. റോമർ 13-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും കടമയുള്ളത് കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് ഇവിടെ വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും കടമയുള്ളത് അല്ലെങ്കിൽ കടമായുള്ളത് കൊടുപ്പീൻ എന്നാണ് പറയുന്നത്. കടമയുള്ളതല്ല, കടമായുള്ളത് കൊടുപ്പീൻ എന്നാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത്. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കവും, അതുപോലെ തന്നെ ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെയെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ അവരെ ബഹുമാനിക്കുകയും ആരെയെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരുപക്ഷെ ചുങ്കമോ ഒരുപക്ഷെ കടമായിട്ടുള്ളതോ അല്ലെങ്കിൽ തിരികെ കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുക്കേണ്ടതുള്ളത് അത് തക്ക സമയത്ത് നമ്മൾ കൊടുക്കണം എന്ന് ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് ഏറെ കാല താമസമില്ലാതെ തക്ക സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്.
നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ തക്ക സമയത്ത് നാം ചെയ്യാതെ നമ്മൾ പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ തിരികെ കൊടുക്കേണ്ടതായ ആ പണം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ പോലും നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖകരമായൊരു അനുഭവം നിങ്ങൾ നേരിടേണ്ടതായ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 22-21 എന്താണ് പറയുന്നത്? എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ദൈവത്തിന് കൊടുക്കേണ്ടതായ ബഹുമാനം, അല്ലെങ്കിൽ ദൈവത്തെ മാനിക്കേണ്ടത്, ദൈവത്തെയും മാനിക്കണം, അവണമായി അവിടെ ഇരിക്കുന്ന നേതൃത്വത്തെയും മാനിക്കണം. ദൈവത്തിനുള്ളത് കൊടുക്കുകയും കൈസറിനുള്ളതും കൊടുക്കുകയും ചെയ്യണമെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നാം നമ്മുടെയായ ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, അത് ദൈവത്തിൻ്റെ വിശുദ്ധ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദശാംശം, അവൻ്റെ വേലയെ പോഷിപ്പിക്കുവാനുള്ളതായ ഒരു പങ്ക് നമ്മൾ ദൈവവേലയ്ക്ക് നമ്മൾ കൊടുക്കുകയും, അതുപോലെ തന്നെ നാം വസിക്കുന്ന സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ അവിടുത്തെ നിയമപ്രകാരം അവിടെ അടയ്ക്കേണ്ടതായ ചുങ്കം, കരം നമ്മൾ കൊടുക്കേണ്ടതുമുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും നമ്മൾ നീതി നിയമങ്ങളെ പാലിക്കുവാനായിട്ട് തയ്യാറുള്ളവരായിരിക്കും. അതുപോലെ രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ആ പ്രദേശത്തുള്ളതായ നിയമങ്ങളെ പാലിക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കാം. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്നത് അത് നല്ലതല്ല. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പോലും നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളായി ഒരു ഗാനം ആലപിച്ച്, തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിച്ച്, അന്ന് ദൈവം ചെയ്തതായ നന്മകൾക്ക് നന്ദി അർപ്പിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുവാനായിട്ട് അനേക കുടുംബങ്ങൾക്ക് അവർക്ക് സമയം കാണുന്നില്ല. എന്നാൽ ദൈവത്തിന് അവനെ ആരാധിക്കുകയും അവന് നന്ദി അർപ്പിക്കുകയും അന്നുള്ള ആ ദിവസത്തിന് ദൈവം പകർന്ന നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കിടക്കുകളിലേക്ക് നിങ്ങൾ പോകുന്നത് അത് എത്ര ഉചിതമായ ഒരു കാര്യമായിരിക്കും. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം എന്ത് ചെയ്യണം? നമ്മൾ തക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. ആത്മീയ തലത്തിലായിരുന്നാലും ശരി, ഭൗമികമായ കാര്യങ്ങളിലായിരുന്നാലും ശരി, നമ്മൾ സമയം വളരെ അധികം നാം തക്കതായ രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ള ഒരു വലിയൊരു ഉപദേശമാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നാം തക്കതായ രീതിയിൽ പലപ്പോഴും ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നു. അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച്, ആവശ്യപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ജോലി പൂർത്തീകരിക്കുവാനായിട്ട് വളരെ നാം താമസം ആയിത്തീരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ വൈകിയാണ് ആ ജോലി കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തക്ക സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെയായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നതിൽ സംശയമില്ല. വിശേഷിച്ച് ബിസിനസ് ഇടപാടുകൾ ചെയ്യുന്നവർ, അവർ തക്ക സമയത്ത് വളരെ ബുദ്ധിപരമായി അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അനേക രീതിയിൽ നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുകയാണെങ്കിൽ നമ്മളും മെച്ചമായ ഒരു നിലയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ആത്മീയമായ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജീവനും
ഓജസ്സും തേജസ്സുമുള്ളതായ സമയത്ത്, ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക്, അതായത് രാത്രി എത്ര അടുത്ത് വന്നിരിക്കുന്നു, രാത്രിയാകുമ്പോൾ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല പ്രിയമുള്ളവരെ. നമുക്ക് സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ശേഷിയില്ലാത്ത സമയത്ത് പ്രവർത്തിക്കണമെന്ന് താല്പര്യപ്പെട്ടാലും നിൻ്റെ മനസ്സ് തയ്യാറായിരിക്കാം, പക്ഷേ ശരീരം അതിന് നിന്നെ അനുവദിക്കാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവർ. ആയതിനാൽ നാം എന്താണ് വചനത്തിൽ പറയുന്നത് പോലെ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടം ഇത് ദുഷ്കാലമാണ്. അനേക രീതിയിൽ ഇന്ന് മനുഷ്യൻ നാശം സമയമാണ്. ഒരുപക്ഷെ ഇന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി മാധ്യമങ്ങളിലൂടെയും അതുപോലെ പത്രങ്ങളിലൂടെയും ദൈവവചനം പങ്കിടുവാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ നാം പ്രവർത്തിക്കാതെ നമുക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ല പ്രിയമുള്ളവരെ. അതിനാൽ സമയം ഇത് ദുഷ്കാലമാകിയാൽ ഇത് സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അവസരോചിതമായി പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. നമ്മൾ തക്കതായ സമയത്ത് നമ്മളുടെ ആ സമയം ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മളുടെ കുടുംബ ജീവിതത്തിലുള്ളതായ കാര്യങ്ങളായിരുന്നാൽ ശരി, നിങ്ങളുടെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ അയൽവാസികൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ തക്ക സമയത്ത് നിങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ സാധിച്ചില്ലെങ്കിൽ പിന്നീട് അതിനെ ചൊല്ലി വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആയതിനാൽ വചനം പറയുന്നത് പോലെ ഇത് ദുഷ്കാലമാണ്, അതുപോലെ തന്നെ ഈ സമയം അന്ത്യകാലഘട്ടമാണ്. നമ്മൾ പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, നമ്മൾ പങ്കുവെക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. നാം ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇയ്യോബ് 14:21 എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെ ആ ഭാഗത്ത് ഇയ്യോബിൻ്റെ ജീവിത അനുഭവം തന്നെയാണ് ഈ വചനത്തിലൂടെ ഇവിടെ പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. 14:21 ഇവിടെ പറയുന്നു. എന്താണ് പറയുന്നത്? 21-ാമത്തെ വാക്യം ആദ്യം നമുക്ക് നോക്കാം. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല, അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. ഒരുപക്ഷെ എന്താണ് നമ്മളുടെ മാതാപിതാക്കൾ അവർ വാർദ്ധക്യമായി അവർ കാലം കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് നേട്ടം നമുക്ക് ലഭിക്കുന്നെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉയർച്ച ലഭിക്കുന്നെന്നോ അവർ യാതൊന്നും തന്നെ അറിയുന്നില്ല. എന്നാൽ അങ്ങനെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് നേടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ കൂട്ടിച്ചേർത്തിട്ടോ യാതൊന്നും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കേണ്ടത്. ഇവിടെ അതിൻ്റെ 20-ാമത്തെ വാക്യം കൂടി ഒന്ന് നോക്കാം. നീ മനുഷ്യൻ്റെ പ്രത്യാശ നശിപ്പിക്കുന്നു, നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു, നീ അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. നമ്മൾ തുടർന്ന് നോക്കണം. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല, അവൻ താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ ഇവിടെ 22-ാമത്തെ വാക്യം കൂടി നമുക്ക് നോക്കാം. തന്നെപ്പറ്റി മാത്രം അവൻ്റെ ദേഹം വേദനപ്പെടുന്നു, തന്നെക്കുറിച്ച് അത്രേ അവൻ്റെ ഉള്ളം ദുഃഖിക്കുന്നു എന്ന് ഇവിടെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് എന്ത് ഭവിക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നത് ഒന്നും തിരിച്ചറിയാത്തൊരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, നാം തക്കതായ സമയത്ത് തക്കതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അതുപോലെ തന്നെ തക്കതായ രീതിയിൽ നാം ഓരോ കാര്യങ്ങളും ക്രമമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും അതിനൊരു നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ആകും. പലപ്പോഴും പല കുടുംബങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ കേൾക്കാറുള്ള ഒരു കാര്യമാണ്,
മാതാപിതാക്കളെ ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പല ഭവനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു കാര്യമാണ്, ഒന്നാണ്, ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ അവിടെ എന്താണ്, മാതാപിതാക്കൾക്ക് നിറവേറ്റേണ്ടതായ ആ കാര്യങ്ങൾ, ആ കടമകൾ മക്കൾ ചെയ്യുന്നില്ല. അപ്പോൾ മക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്താണ്, നിങ്ങളുടെ അപ്പനും അമ്മയും പ്രകാരം ഒരു കാര്യം പറയുന്നല്ലോ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു കുറ്റം പറയുന്നല്ലോ, നിങ്ങൾ അപ്പനും അമ്മയും അന്വേഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ, ഞാൻ എവിടെ നിന്ന് നൽകാനാ എന്നുള്ളത്, ഞാൻ ഇന്നപോലെ കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഒരു ചിന്താഗതി അവരുടെ മനസ്സുകളിൽ ഉണ്ട് എന്ന് പലപ്പോഴും അവർ പറയുന്നു. എന്നാൽ അതല്ല, നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ കടമകൾ നിങ്ങൾ ചെയ്തേ മതിയാവൂ. എന്നാൽ പിന്നീട് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടെങ്കിൽ അതിന് യാതൊരു വിധമായ പ്രസക്തിയുമില്ല, അതിന് യാതൊരു വിധമായ ഒരു നന്മയും അതിൽ നിന്ന് നമ്മൾ കാണുന്നുമില്ല. ഗലാത്യർ 6-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും എന്നാണ് പറയുന്നത്. നന്മ ചെയ്യുവാൻ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത് എന്ന് വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യുകയും അതുപോലെ നന്മ ചെയ്യുവാൻ ഒരിക്കലും നമ്മൾ തളർന്നു പോകാതെ നമ്മൾ തക്കതായ സമയത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുവട്ടമുള്ള നമ്മളോട് നാം ഇടപെടുന്ന ഒരു വ്യക്തികൾക്ക്, നമ്മൾ കടപ്പെട്ടിരിക്കുന്ന മറ്റ് പ്രിയമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അനേകവിധമായ നന്മകൾ നമുക്ക് ചെയ്യുവാനോ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരു സന്തോഷമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാനും സാധിക്കും പ്രിയമുള്ളവരെ. ആയതിനാൽ ഈ തക്ക സമയത്ത് മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതായ കടമകൾ നിറവേറ്റുവാനുള്ള ഒരു പക്വതയും പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, തക്ക സമയത്ത് അനേക നന്മയായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് പ്രാപ്തിയുള്ളപ്പോൾ മറ്റുള്ളവർക്ക് നന്മയായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അടിയനെ എടുത്ത് ഉപയോഗിക്കണമേ. അങ്ങനെയുള്ള ആ പക്വതയും പരിജ്ഞാനം എൻ്റെ ജീവിതത്തിൽ അങ്ങ് അവിടെ നിന്ന് പകർന്നു തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. വളരെ മനോഹരമായ ഒരു ദൂത് കേൾപ്പിച്ചതിനായി അങ്ങേ മഹത്വപ്പെടുത്തുന്നതാ. തക്ക സമയത്ത് അടിയങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതായ കടമകൾ അടിയങ്ങൾ നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. പക്വതയും പരിജ്ഞാനമുള്ള ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് അടിയനെ ഒരുക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാം ധ്യാനിച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. നിങ്ങൾക്ക് ഇപ്രകാരമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? താഴെ കൊടുത്തിരിക്കുന്നതായ ആ അഡ്രസ്സിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആ പ്രാർത്ഥന ഗ്രൂപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി ആത്മീയ പുസ്തകങ്ങൾ അയക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നു. ആയതിനാൽ ഞങ്ങളുമായി താഴെ കാണുന്ന അഡ്രസ്സിൽ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.